എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് ഒരു ഹോൾട്ടർ നെക്ക് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പ്, താഴെ സ്കാലപ്പ് ഡിസൈനൊക്കെ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിവിടെ ടോട്ടൽ 1 മീറ്ററാണ് മെയിൻ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. 1 മീറ്റർ ഒന്നും വേണ്ട, 1 മീറ്റർ തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്. വാങ്ങിയപ്പോൾ അങ്ങനെ 1 മീറ്റർ എടുത്തു എന്നുള്ളൂ. ഈ ഒരു മെറ്റീരിയലാണ് സ്കേർട്ടിനായിട്ട് എടുത്തേക്കുന്നത്. പാനൽ കട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് വിചാരിച്ചേക്കണേ. അപ്പം അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ലൈനിങ് പീസ് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ചേക്കണത് ലെവലാക്കാൻ വേണ്ടിയിട്ട് വരച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് എടുത്തേക്കുന്നത് 12 ഇഞ്ചാണ്. ആ ഒരു ലെവലാക്കാനായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടില്ല. അവിടെ നിന്ന് ഒരു 12 ഇഞ്ച് ലെങ്ത്തും ഒരു 2ആക്കി മടക്കിയിട്ട് നമുക്കൊരു 8.5 ഇഞ്ച് വിഡ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് 6 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്, പ്ലസ് ഒരു 1.5 ഇഞ്ച് ഒക്കെ തയ്യൽത്തുമ്പോൾ വരണ വിധത്തിൽ 8 ഇഞ്ചാണ് വീതി എടുത്തേക്കണേ. നമുക്ക് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ വന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് ഷോൾഡർ, 5 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ എടുത്തിരിക്കുന്നത്. ചെസ്റ്റ് എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വന്നത് ലെങ്ത്ത് എനിക്ക് ടോട്ടൽ വേണ്ടത് ഒരു 12 ഇഞ്ചാണ്. അതായത് 12 ഇഞ്ചല്ല, തയ്യൽ തുമ്പ് അടക്കം 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 5.5 ഇഞ്ച്, അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ നെക്ക് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 1 ഇഞ്ചാണ്. 1 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. സോ അത് നമുക്കൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇനി നെക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. സാധാരണ നമ്മൾ റൗണ്ട് നെക്ക് വരയ്ക്കണ പോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെക്ക് പോർഷൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് സ്കാലപ്പാണല്ലോ ചെയ്യുന്നത്, അപ്പം അത് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് 1 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കിത് 3 ഇങ്ങനെ റാ പോലത്തെ ഷേപ്പ്, ആ സ്കാലപ്പ് ഡിസൈനിൻ്റെ 3 എണ്ണമായിട്ടാണ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 5.5 ഇഞ്ച് അല്ലേ അവിടുത്തെ വണ്ണം, ആ 5.5 ഇഞ്ചിൻ്റെ അവിടെ 1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ റാ പോലത്തെ ഷേപ്പ് വരയ്ക്കും, സ്കാലപ്പ് ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ടോട്ടൽ 11 ഇഞ്ചാണ് നമ്മൾ വണ്ണം തന്നെ. അപ്പോൾ 11 ഇഞ്ചിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.6 അതാണ് അവിടുത്തെ ഇത് വരുന്നത്, അളവ് വരുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തുനിന്ന് ആ ഒരറ്റത്തുനിന്ന് നമ്മൾ 3.6 മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് വരിക, ഇവിടെയായിട്ടാണ് കിട്ടുക. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലൊന്ന് ആ സ്കാലപ്പ് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് സ്കാലപ്പ് മാത്രം കുറച്ചിങ്ങനെ ഇറങ്ങി നിൽക്കണ പോലെയാണ് വരയ്ക്കുന്നത്. ബാക്കി 2 സ്കാലപ്പും കുറച്ച് കയറി നിൽക്കണ പോലെ. അപ്പം നിങ്ങൾക്ക് ലെങ്ത്ത് എത്രത്തോളം ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിയെടുത്തോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. എൻ്റെ കത്രിക കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട് നിലത്ത് വീണപ്പോൾ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് തയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ലെവലാക്കാനായിട്ട് ഒന്ന് മുകളിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ഇഞ്ച് ആ ഓപ്പൺ ആയ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. കാരണം നമുക്ക് സിബ് വെക്കണമല്ലോ, അപ്പോൾ അതിനായിട്ടാണ് ഓപ്പണുള്ള ഭാഗം എടുത്തേക്കണേ. അപ്പോൾ അവിടെ ഇങ്ങനെ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് 1/2 ഇഞ്ചുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലേ, അതും ഇതുപോലെ നമ്മുടെ ആ മടക്ക് ഭാഗം വന്ന വശം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് വരച്ചു കൊടുക്കാം. താഴ്ഭാഗം വരയ്ക്കുമ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി.
ബാക്കി എല്ലാ ഭാഗം ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. ബാക്ക് പാർട്ട് പെട്ടെന്ന് വരച്ചും കഴിയും, കട്ട് ചെയ്തും കഴിയും. വളരെ എളുപ്പമുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ് കുട്ടികൾക്ക്. അപ്പം എല്ലാവരും എന്തായാലും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. ഈ അരയിഞ്ച് നമ്മൾ വരച്ചത് സ്ട്രെയിറ്റ് ലൈൻ സിബ് വെക്കാനായിട്ട് നമുക്ക് അരയിഞ്ചോളം എക്സ്ട്രാ വേണം, അതാണ് വരച്ചത്. അപ്പം നെക്കിൻ്റെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ആ നെക്ക് പോർഷൻ അവിടെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തോളൂ കേട്ടോ. അതടക്കമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബാക്ക് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ, അത് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് കറക്റ്റ് അതേ അളവിൽ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സ്ക്വയർ പീസ് പോലെ കട്ട് ചെയ്താണ് ആദ്യം എടുക്കുക. നിങ്ങൾക്ക് അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്ന എക്സ്ട്രാ പീസുകൾ, ബാക്കി വന്ന തുണികളുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ബാക്ക് പാർട്ടിന് അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ വശം ഒഴിച്ച് ബാക്കി എല്ലാ വശങ്ങളും, അതായത് ആം ഹോളും 2 സൈഡും നമ്മുടെ സ്കാലപ്പിൻ്റെ ആ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുത്തി തറയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. ഞാൻ എല്ലാ ഡ്രസ്സിനും കുട്ടികളുടെ അങ്ങനെ ചെയ്യാറുണ്ട്, സൈഡ് വശം അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഫുള്ള് നെക്കിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് മാറ്റാം. സ്കാലപ്പിൻ്റെ എല്ലാ വശത്തും നമ്മൾ ഇങ്ങനെ നോച്ചസ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെയും നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് വേണം നെക്കിൻ്റെ ആ ഭാഗത്ത് കൂടെ നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാം, മറിച്ചെടുക്കാം. സ്കാലപ്പിൻ്റെ എല്ലാ വശമൊക്കെ നല്ലോണം ഉള്ളിൽ കൂടെ കുത്തി ഇങ്ങനെ എടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നല്ലോണം അയൺ കൂടി ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഞാൻ ഫ്രണ്ട് പാർട്ടിൽ കുറച്ച് വർക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്യാറ്. എങ്ങനെയുണ്ട് വർക്ക് ചെയ്തത്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എല്ലാവർക്കും? ഇനി നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് കടക്കാം. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മെയിൻ ഫാബ്രിക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സിബ് വയ്ക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ പറയണേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗം വേണമെന്നില്ല, നിങ്ങൾ ആ ഒരു അറ്റം താഴ്ഭാഗം മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നെക്കിൻ്റെ ആവശ്യം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സിബ് എടുക്കാം. ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് എടുത്തേക്കുന്നത്. സിബ് എടുത്തിട്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ലൈനില്ലേ, ഇപ്പം നമ്മൾ വരച്ചത് അവിടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സിബിൻ്റെ ശരിക്കും നമ്മൾ നല്ലോണം സിബ്
നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കുമല്ലോ, അതുപോലെ തന്നെ ഈ മെയിൻ ഫാബ്രിക്കിൽ മാത്രം ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കും ആം ഹോളും സൈഡും സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ സിബ് എടുക്കുക. ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ആദ്യം സിബ് ആ ഒരു അരയിഞ്ചിന് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് ലൈനിങ് അതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് നെക്കും ആം ഹോളും സിബിൻ്റെ സൈഡും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാനിതുപോലെ സിബ് ആദ്യം മെയിൻ ക്ലോത്തിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുന്നതാണ്. കണ്ടോ, ആ ഒരു അരയിഞ്ചിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനും എളുപ്പമായിട്ട് വെക്കാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, എനിക്കിത് എളുപ്പമായിട്ടാണ് തോന്നാറ്. അപ്പോൾ ഇതുപോലെ സിബിൻ്റെ ആ ഒരു അറ്റം ചേർത്ത് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ലൈനിങ് പീസ് വെച്ചു കറക്റ്റായിട്ട് വെക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു അരയിഞ്ച് സിബിൻ്റെ അവിടെ വരണ പോലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം അടിക്കുക. അതുപോലെ തന്നെ നെക്കിൻ്റെ വശവും ആം ഹോളും നമ്മുടെ ആ ഒരു സൈഡ് വശവും അടിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് വെക്കുമ്പോൾ പിന്നെ നിങ്ങൾ സിബിൻ്റെ ആ പല്ലോട് ചേർത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ലേ, ഏകദേശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. മെയിൻ ഫാബ്രിക് വെക്കുമ്പോൾ നമ്മൾ നല്ലോണം സിബിൻ്റെ പല്ലിൻ്റെ അടുത്തേക്ക് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുത്ത സൈഡ് ഇതുപോലെ തന്നെ ചെയ്യാം. അതിനായിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് സിബ് കറക്റ്റായിട്ട് 6 ഇഞ്ച് ഇങ്ങനെ വയ്ക്കുക. ട്വിസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് പല്ലിനോട് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഫസ്റ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ് വയ്ക്കുക. എന്നിട്ട് ആം ഹോളും നെക്കും സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. സിബിൻ്റെ വശവും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സസ്സായിട്ട് നിൽക്കണ മെയിൻ ക്ലോത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. സിബ് വെച്ച് കഴിഞ്ഞു. അങ്ങനെ സിബ് വെച്ചതിൻ്റെ ആ ലെങ്ത്തിന് താഴേക്കുള്ള കുറച്ച് ഭാഗമില്ലേ, അത് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ബാക്ക് പാർട്ടും നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട, സിബ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കോളർ വെക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നെക്കൊന്നും മെഷർ ചെയ്തിട്ട് എടുക്കാം. എനിക്കിവിടെ 5.4 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 5.4 പ്ലസ് 5.4 ബാക്ക് സൈഡിലെ അളവും കൂടി അങ്ങനെ 2 5.4 പ്ലസ് നമുക്ക് 2 സൈഡിലേക്കും ഓരോ ഇഞ്ച് വീതം വരും. അങ്ങനെ അപ്പോൾ 2 ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ അളവ് കിട്ടിക്കണം അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടണം. ഞാനിവിടെ അങ്ങനെ എനിക്ക് ടോട്ടൽ 13 ഇഞ്ചാണ് കിട്ടിയിരിക്കണേ. നിങ്ങൾക്ക് തയ്യൽ തുമ്പ് ഒന്നെങ്കിൽ 1 ഇഞ്ച് എടുക്കാം അല്ലെങ്കിൽ 1/2 ഇഞ്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് 5.4 പ്ലസ് 5.4 പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 13 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കോളർ വയ്ക്കാനായിട്ടുള്ള പീസിന് 3 ഇഞ്ച് വിട്ടും 13 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് നേരത്തെ കിട്ടിയ ലെങ്ത്ത് ഉണ്ടല്ലോ ആ ലെങ്ത്തിലും എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടിയും എല്ലാ സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി ഒരൊറ്റ മടക്കിയിൽ മോൾ വശത്തേക്കോടെ ആ തെറ്റത്തേക്കോടെ ഒന്ന് അടിച്ചു കൊടുക്കണം, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ നല്ല വശം ഒന്ന് ഉള്ളിലേക്കാക്കി ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ആ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു 1/2 ഇഞ്ചിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് 2 സൈഡിലും ഈ ഒരു ഷേപ്പിൽ ഒന്ന് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, 1/2 ഇഞ്ച് ഇതുപോലെ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ, കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ഇതിനൊന്നും ഇങ്ങോട്ട് നല്ലോണം ഉള്ളിൽ കൂടെ കുത്തിയിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. ഇനി കോളർ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ കോളറിൻ്റെ സെൻറ്റർ ഭാഗം അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് കണ്ടുവയ്ക്കാം. എന്നിട്ട് ഈ 2 സെൻറ്ററും, അതായത് കോളറിൻ്റെ നല്ല വശവും
നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡും സെൻറ്റർ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ, കണ്ടോ? കോളറിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡും അങ്ങനെ വേണം കേട്ടോ, അത് ഓർത്തിരിക്കുക. എന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബാക്ക് സൈഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കോളറിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ആ ഭാഗം, കോളറിൻ്റെ തെറ്റും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിൻ്റെ തെറ്റും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ പറയണേക്കെ കൂടുതൽ വീഡിയോ ശരിക്കും വാച്ച് ചെയ്താൽ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ? ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറിച്ചിടുമ്പോൾ നമുക്കിത് ഇതിങ്ങനെ കിട്ടും. കണ്ടോ? ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾ വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കറക്റ്റാണോന്ന് അറിയാൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? എല്ലാ വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, സിബിൻ്റെ അടുത്ത് വരുന്നത്, അത് ഇതുപോലെ ഒന്ന് സിബ് ഉള്ളിലേക്ക് വെച്ച് കവർ ചെയ്തിട്ട് തെറ്റത്തിക്കോടെ ഇതുപോലെ നമ്മുടെ തയ്യൽ തുമ്പ് കാണില്ലേ, അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റും അടിച്ചു കൊടുക്കാം. ചുറ്റും നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഞാൻ പറയണേൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ എനിക്ക് ഹുക്കും അയ്യും വെച്ച് കൊടുക്കാം കേട്ടോ, ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൻ്റെ താഴ്ഭാഗം ഒന്ന് 2 മടക്കിലൊന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് സൈഡും ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ വളരെ എളുപ്പമാണ് ശരിക്കും ഈ ഒരു കോളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.